ഇന്ന് ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നാം. ഒരു ഡോക്ടറായിട്ട് എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നാം. വളരെ ചുരുക്കം പേര് ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി റെഡി ആയാൽ മാത്രം ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് പല കുട്ടികളും തെറാപ്പീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, ആങ്കർ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അതുപോലെ വളരെയധികം സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, അങ്ങനത്തെ ഉള്ള ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു മെയിൻ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡിലോട്ട് തന്നെ പോകേണ്ടി വരും. ആ ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റ്, കുട്ടി വളരുന്ന എൻവയോൺമെന്റ്, പേരൻസിന്റെ മെന്റൽ സ്റ്റേറ്റ്, പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളെ വളരെയധികം ബാധിക്കുന്നു. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ മിക്കവാറും. അതുകൊണ്ട് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പേരന്റിങ് എന്താന്നുള്ളത് അവെയർ ആയിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള ടൈം ഉണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുമോ, നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ വളർത്താൻ, ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. കാരണം നമ്മൾ ഒരു റെസ്പോൺസിബിൾ പേരന്റ് ആണ്. നമ്മളാണ് ഈ കുഞ്ഞിനെ ഈ ലോകത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോ നമ്മൾ ആ കുഞ്ഞിന് സുരക്ഷിതമായ ഒരു എൻവയോൺമെന്റ്, നമ്മൾ അവർക്ക് കുറെ കളിപ്പാട്ടം കൊടുക്കുക, കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നതല്ല, നമ്മൾ അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട്, അവർക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, കെയർ, ലവ്, അറ്റൻഷൻ എല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് കൊടുത്തിട്ട് തന്നെ വേണം അവരെ വളർത്താൻ. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ, കുഞ്ഞുങ്ങളും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക.